അപ്പം നമ്മൾ രണ്ടാളും കൂടെ ഇന്ന് കുത്തബ് മിനാർ പോവാണ്. ഞങ്ങളുടെ രണ്ടാളുടെ ഔട്ട്ഫിറ്റ് കാണിക്കുന്ന കലാപരിപാടിയാണ് ഇപ്പോൾ ഇതാ നടക്കുന്നത്. കുറച്ചു മുന്നോട്ട് ഡാൻസ് റീൽ എടുത്തായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള മിക്കവർക്കും ഞങ്ങളെ ഇപ്പം അറിയാം. ഇവിടെ എല്ലാവർക്കും നമ്മളറിയാം. കാരണം എന്താണ്, നമ്മൾ ഇവിടുത്തെ ഫേമസ് ഗേൾസായി മാറിക്കഴിഞ്ഞു. പക്ഷേ ഇതാണ് എൻ്റെ ഞങ്ങൾ രണ്ടാളും കൂടെ മെട്രോയിലോട്ട് പോവാണ്. ഞങ്ങളുടെ ഹോസ്റ്റലിൽ നിന്ന് ഏകദേശം 950 മീറ്റർ നടക്കണം മെട്രോ എത്താൻ. ദില്ലി ഹാട്ടിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കുത്തബ് മിനാർ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങാൻ പറ്റും. ഗൈസ്, നമ്മളിപ്പോൾ ദില്ലി ഹാർട്ടിൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ 1-ലാണ്. നമുക്ക് ഇവിടെ നിന്നാണ് കുത്തബ് മിനാറിലോട്ട് പോകേണ്ടത്. സോ നമ്മൾ ഒരു സേഫർ സൈഡായിട്ട് നമ്മൾ വുമൻസ് ഓൺലി കമ്പാർട്ട്മെൻറ്റിലോട്ടാണ് നടക്കുന്നത്. സോ നമുക്കിനി കുത്തബ് മിനാർ എത്തിയിട്ട് കാണാം. ബൈ. ദില്ലി ഹാട്ടിൽ നിന്ന് കയറി ഒരു 5 സ്റ്റേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുത്തബ് മിനാർ എത്തും. അപ്പം നമ്മൾ മെട്രോ സ്റ്റേഷൻ ഇറങ്ങി കുറച്ച് നടക്കാണ്. അപ്പം നമ്മൾ വിചാരിച്ചു നടന്നു പോകാമെന്ന്. ഹെൽത്തി കുട്ടന്മാരാണ് നമ്മൾ. ഹെൽത്തി കുട്ട 1.6 കിലോമീറ്റർ ഉണ്ട് മെട്രോ സ്റ്റേഷൻ ഇറങ്ങിയിട്ട്. നമ്മൾ വിചാരിച്ചു നടന്നു പോകാം. അപ്പം നടന്നു പോകാനുള്ള പ്ലാനിലാണ് ഞങ്ങൾ. ഓക്കെ. പക്ഷെ വഴിയിലുള്ള റിക്ഷ ചേട്ടൻ സമ്മതിച്ചില്ല. വല്ലാണ്ട് കൺവീൻസ് ചെയ്തു. പുള്ളിക്കാരൻ്റെ കൺവീൻസിങ്ങിൽ ഒടുവിൽ ഇനിയിപ്പോൾ നാളെ ഹെൽത്തി കുട്ടന്മാരാവാമെന്ന് ഞങ്ങളങ്ങ് തീരുമാനിച്ചു. ഞങ്ങളതിനെ ഓട്ടോയിലാണ് പോയത്. മെട്രോ സ്റ്റേഷനിൽ നിന്ന് 50 രൂപ കൊടുത്തു കഴിഞ്ഞാൽ കുത്തബ് മിനാറിൽ എത്താൻ പറ്റും. ആക്ച്വലി ആ പുള്ളിക്കാരൻ 60 രൂപ ചോദിച്ചു. പിന്നെ ഞങ്ങളുടെ ബാർഗെയിനിങ് സ്കിൽ വെച്ച് ഞങ്ങളത് 50 ആക്കി. അങ്ങനെ 50 രൂപയ്ക്കാണ് ഞങ്ങൾ അവിടെ എത്തിയത്. പിന്നെ കുത്തബ് മിനാറിൽ കയറാൻ വേണ്ടിയിട്ട് എൻട്രി ഫീ ഉണ്ട്. നമുക്കത് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും എടുക്കാം. ഓൺലൈൻ ആണെങ്കിൽ ഒരാൾക്ക് 35 രൂപയാണ് ടിക്കറ്റിനാവുക. ഓഫ്ലൈൻ ആണെങ്കിൽ 35-40 രൂപയായിരിക്കും. ഇവിടെ പോയാലും മലയാളികൾ കാണുമെന്ന് പറയുന്ന കാര്യത്തിൽ സംഭവം സത്യമാണെന്ന് തോന്നുന്നു. കാരണം ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഒരുപാട് മലയാളികളെ കണ്ടു. ഒരുപാട് പേരുണ്ടായിരുന്നു. നമ്മൾ വന്ന സമയം കറക്റ്റ് ടൈമാണെന്ന് തോന്നുന്നു. കറക്റ്റ് സൂര്യൻ്റെ ആ വെളിച്ചവും മഞ്ഞിൻ്റെ ഒരു സംഭവവും എല്ലാം കൂടെ കൊണ്ട് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടാണ് ഇവിടെ ഫുൾ കാണാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് 72.5 മീറ്റർ ഹൈറ്റുള്ള കുത്തബ് മിനാറിൻ്റെ ഫ്രണ്ടിലാണ്. ഞങ്ങളിങ്ങനെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തുകൊണ്ട് നിന്നപ്പോൾ കണ്ടതാണ് ഈ പുള്ളിക്കാരനെ. ചുറ്റുമുള്ള ആരെയും ശ്രദ്ധിക്കാതെ ഫുഡിൽ മാത്രം ഫോക്കസ് ചെയ്ത് അനാറ് തിന്നുവാണ് പുള്ളി. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നമ്മുടെ സെയിം വൈബുള്ള പുള്ളിയാണ്. പിന്നെ പുള്ളീനെ കൂടുതൽ ഡിസ്റ്റർബ് ചെയ്യാൻ പോയില്ല. വെറുതെ എന്തിനാ അതിൻ്റെ നിന്ന് മാന്ത് മേടിക്കണം. അതുകൊണ്ട് അതിനെ വെറുതെ വിട്ടു. പിന്നെ ആ കുത്തബ് മിനാർ ഫുൾ ഞങ്ങളെ ചുറ്റി കണ്ടു. ഞങ്ങളൊരു 3:30-4 മണി ആയപ്പോഴത്തേക്കാണ് കുത്തബ് മിനാറിലോട്ട് എത്തിയത്. നൈറ്റിൽ കുത്തബ് മിനാർ എങ്ങനെയാവുമെന്ന് കാണാനുള്ള എക്സൈറ്റ്മെൻറ്റിലായി. പിന്നെ ഞങ്ങൾ ഒത്തിരി നേരം വെയിറ്റ് ചെയ്ത് അവസാനം ലൈറ്റ് ഇട്ടു. ഏകദേശം ഒരു 6 മണിയൊക്കെ കഴിയുമ്പോഴാണ് നൈറ്റ് ഇവിടെ ലൈറ്റ് ഇടുക. കുത്തബ് മിനാർ കാണാൻ പ്ലാൻ ഉണ്ടെങ്കിൽ എന്തായാലും ഇതിൻ്റെ നൈറ്റ് വ്യൂ കൂടെ കണ്ടിരിക്കണം. കാരണം അത് ഭയങ്കര ഭംഗിയാണ്. ഈ വീഡിയോസിലൊക്കെ കാണുന്നേക്കാളും ഇരട്ടിക്കിരട്ടി ഭംഗിയാണ് അത് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. നമുക്കിങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കാൻ തോന്നും. ഞങ്ങൾക്ക് രണ്ടാൾക്കും അവിടെ നിന്ന് തിരിച്ചു വരാനേ തോന്നിയില്ല. അത്രയ്ക്ക് ഞങ്ങൾക്ക് ഇഷ്ടമായി. ഞങ്ങളതിനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ആക്ച്വലി ഞങ്ങൾ ഈ സ്ഥലത്ത് പോയിട്ട് ഏതാണ്ട് 2 ആഴ്ച ആയി കാണും. സംഭവം വോയിസ് ഓവർ കൊടുക്കാനുള്ളൊരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതുവരെ ഇത് ഇടാഞ്ഞത്. എനിക്ക് റോ ആയിട്ടുള്ള വോയിസ് ഇടണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ അത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി അതിടാൻ പറ്റൂല എന്ന്. ഫുൾ നോയിസ് ആയിരുന്നു. മൈക്കൊക്കെ മേടിച്ച് ഉടനെ തന്നെ ആ കാര്യം നമ്മൾ സെറ്റാക്കും. അങ്ങനെ അറ്റ് ലാസ്റ്റ് എൻ്റെ ഫസ്റ്റത്തെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുവാണ്. തൽക്കാലം നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.